ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗെയിമിന്റെ ഗതി മാറ്റാൻ ആ കണ്ടസ്റ്റന്റ് വരികയാണ് നമ്മുടെ സ്വന്തം രതീഷ്. പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കൺഫെഷൻ റൂമിൽ ഒരു വയ്യാതെ അവശനായ ഒരു വ്യക്തി ഇരിക്കുകയാണ്. അദ്ദേഹം ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ പോയിട്ട് ആ ഒരു അവശനായ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ഇരിക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, ആ മുഖം മൂടി മാറ്റിക്കോളൂ എന്ന് പറയുകയാണ്. ശരിക്കും വ്യത്യസ്തമായ മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ടുള്ള പ്രൊമോകളിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഒരു പ്രൊമോ തന്നെയാണ്. അത് നമ്മുടെ രതീഷാണ്. വൈൽഡ് കാർഡായിട്ട് റീ എൻട്രി നടത്തുകയാണ് രതീഷ്. എന്തായാലും രതീഷ് വരുന്നതോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി ആദ്യ ഒരാഴ്ച മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു ഷോയിനകത്ത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാ ഗെയിമേഴ്സിനെയും ഇപ്പോൾ വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുണ്ടെങ്കിലും കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്ഷാമവും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയധികം കണ്ടൻറ്റുകളായിരുന്നു രതീഷ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏതൊരു കാര്യത്തിലും തൊട്ടതിലും പിടിച്ചതിലും കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു പാട്ട് പാടിയാലോ, ഒന്ന് നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും കിടക്കുന്ന സമയത്തും എല്ലാ സമയത്തും കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയൊരു മനുഷ്യനായിരുന്നു രതീഷ്. പക്ഷെ അദ്ദേഹം യാദൃച്ഛികമായി ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായപ്പോൾ ഒരുപക്ഷെ ചില പ്രേക്ഷകരൊക്കെ വളരെയധികം വേദനിക്കുന്നതായിട്ട് നമ്മൾ കമൻറ്റ് സെക്ഷനുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു, രതീഷിനെ തിരിച്ചു കൊണ്ടുവരണം, നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ളതൊക്കെ. അന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് ബിഗ് ബോസ് ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് വേറെ ആരും ഉണ്ടാവില്ല. കാരണം ആദ്യം നിങ്ങൾ എഴുതിയ ആ ഒരു പാട്ട് കാണിക്കുന്നു, അതിനുശേഷം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നു, ശേഷമാണ് നിങ്ങളെ ഷോയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ബിഗ് ബോസിനോട് അത്തരത്തിൽ തന്നെ ആയിരുന്നില്ലേ നിൽക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം കുറ്റബോധം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അവസാനം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജിൻഡോയും രതീഷും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ഒരു അണ്ണൻ തമ്പി കൂട്ടുകെട്ട് വളരെയധികം പ്രേക്ഷകർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 5 നമ്മുടെ അഖിൽ മാരാരും വിഷ്ണു ജോഷിയും തമ്മിലായിരുന്നു ഇത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പോ അതോ അണ്ണൻ തമ്പി ബന്ധമോ അത്തരത്തിലൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രേക്ഷകർ അത്രയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രതീഷിൻ്റെയും ജിൻഡോയുടെയും ആ ഒരു കൂട്ടുകെട്ടിന് വേണ്ടി. തീർച്ചയായും രതീഷിൻ്റെ ഒരു റീ എൻട്രി ഉണ്ടാവുകയാണെങ്കിൽ ജിൻഡോയുടെയും രതീഷിൻ്റെയും ഗെയിം, ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് തുടർന്നാൽ തന്നെ ആ ഒരു ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളെയും അടിച്ചിരുത്താനുള്ള ഏറ്റവും വലിയ 2 ആയുധങ്ങളാണ് രതീഷും ജിൻഡോയും. ഇപ്പോൾ ആ വീട്ടിലെ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജിൻഡോ നിൽക്കുമ്പോഴും രതീഷിൻ്റെ ഒരു റീ എൻട്രിയിലൂടെ തീർച്ചയായും ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് വളരെയധികം ഒരു പോസിറ്റീവ്നെസ് വരും എന്ന കാര്യം തീർച്ചയാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ ദിവസവും അവിടെ വല്ലാത്തൊരു കലഹങ്ങളും വഴക്കുകളും ഇത് മാത്രമേ ആ ഒരു ഷോയിൽ ഇപ്പോൾ കാണുന്നുള്ളൂ. അതേസമയം രതീഷിൻ്റെ ഒരു റീ എൻട്രിയോടുകൂടി അദ്ദേഹം വളരെയധികം എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ വാക്കുകളിലും ചിരികളിലും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായും പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കും എന്ന കാര്യം തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഗെയിം, മുൻപ് കളിച്ചിരുന്ന അതേ ഗെയിം തന്നെയായിരിക്കും അതിൽ. കാരണം പുറത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് പുറത്തുള്ള ഗെയിമെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം റീ എൻട്രി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വ്യക്തിയാണോ വീക്കായിട്ടുള്ളത്, ഏത് കണ്ടസ്റ്റൻ്റാണോ സ്ട്രോങ് ആയിട്ടുള്ളത്, അവരെ തിരഞ്ഞു പിടിച്ച് രതീഷ് നല്ലൊരു ഗെയിം കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യക്തിപരമായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം അന്ന് എവിക്റ്റ് ആയ സമയത്ത് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു എന്നുള്ളത് അത്രയധികം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു അവസരം തന്നെ ബിഗ് ബോസ് ഇപ്പോൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ സ്വന്തം രതീഷിൻ്റെ റീ എൻട്രിയാണ്. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണെന്നറിയാം. സോ പ്രേക്ഷകർക്ക് എന്താണ് രതീഷിൻ്റെ ഈ ഒരു റീ എൻട്രിയെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.